Viewers, welcome back to my new video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് ഇന്നെന്ന് പറയുമ്പോൾ 3rd March ഇന്നത്തെ സ്റ്റോക്ക് പെർഫോമൻസ് കാണിക്കുന്ന അംബുജ സിമെന്റ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇട്ടുണ്ട്. കോൾ ഓർ വാട്സ്ആപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ അംബുജയിൽ ഇതുവരെ നോക്കുമ്പം ഇതുവരെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ 2:45 കഴിഞ്ഞ് നമുക്ക് 2 സിഗ്നലാണ് ടോട്ടൽ എന്ന് കിട്ടിയിരിക്കുന്നത്. ഇത് ഈ ഒരു വൈറ്റ് വെർട്ടിക്കൽ ലൈനിൽ അത് ഡേ സെപ്പറേഷൻ അല്ല. ഇന്നത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സോഫ്റ്റ് സെല്ലിൽ തന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് ബൈ സിഗ്നലും വന്നിട്ടുണ്ട്. രണ്ടും കൺഫേം സിഗ്നലാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് ആണ് ഈ ഡിസ്പ്ലേ വരുന്നത്. നമുക്ക് റെഡ് ഡൗൺ ആറ് സെല്ല് ചെയ്യാൻ, ഗ്രീൻ വരുന്ന ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ സിഗ്നൽ വരുമ്പോൾ അലർട്ട് മെസ്സേജ് വരെ സൗണ്ടോടുകൂടി കേൾക്കാനും പറ്റും. അതേ ഡീറ്റെയിൽസ് ഏറ്റവും മേഖലയിൽ എഴുതി കാണിക്കുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന ബൈന് എടുത്താൽ ഈ സിഗ്നൽ വരുമ്പോൾ നമ്മൾ കൺഫേം ആണെന്ന് നോക്കിയ ശേഷം മാത്രം ട്രേഡ് എടുക്കുക. കൺഫേമേഷൻ ചെക്ക് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ബൈ സിഗ്നൽ ആണെങ്കിൽ ഇത് ആക്റ്റീവ് ആയ ശേഷം ബൈ സിഗ്നൽ ആരോ വന്നതിന് ശേഷം ഫസ്റ്റ് കൺഫർമേഷൻ താഴത്തോട്ട് നോക്കും. പ്രൈസ് ഇതുപോലെ തന്നെ ബൈ സോൺ എഴുതി കാണിക്കണം. സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴത്ത് ബാറില്ല. ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഫോം ചെയ്യും. സിഗ്നൽ വരുമ്പോൾ ഒറ്റ ബാറേ കാണുള്ളൂ. ആ ബാർ എന്തായിരിക്കണം? ഗ്രീൻ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കൺഫർമേഷൻ ഇല്ലായിരുന്നേ. നമുക്ക് ഗ്രീൻ കിട്ടിയ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഗ്രീൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് സൈഡ് വേ ആയിരുന്നേ. സൈഡ് വേയുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു 80% റിവേഴ്സൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ എന്താണ് ക്യാൻഡിലിന്റെ കളർ ചേഞ്ചസ് വരുന്നുണ്ട്. നോർമൽ നമ്മുടെ ക്യാൻഡിൽ റെഡിലും ഗ്രീനിലും ആണ്. അപ്പോൾ നമുക്ക് റെഡും ഗ്രീനും അല്ലാതെ വരുന്നത് സൈഡ് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് കണ്ടു. അവിടെ നിന്ന് മാർക്കറ്റ് കയറിയിട്ട് ഇറങ്ങിപ്പോകുന്നത്. നമുക്ക് ആക്ച്വൽ എൻട്രി ഇവിടെയായിരുന്നു ഇവിടെ എടുക്കാറുണ്ട്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടെ കറക്റ്റ് റേറ്റ് തന്നെ കിട്ടിയത്. കാരണം മാർക്കറ്റ് സിഗ്നൽ വന്നിട്ട് കയറിയിട്ടില്ല. അപ്പോൾ നമുക്ക് ആക്ച്വൽ കൺഫർമേഷൻ കിട്ടിയ സമയത്ത് മാർക്കറ്റ് ആ ഒരു റേഞ്ച് തന്നെയായിരുന്നു. 461 ആ ഒരു റേഞ്ച്, 62 ആ റേഞ്ചിലാണ്. അവിടുന്ന് മാർക്കറ്റ് നല്ലൊരു കയറ്റം കയറി. അപ്പോൾ ആ ടൈമിൽ താഴെ ബാറും പ്രൈസ് ഒക്കെ കൺഫേം ആയിരുന്നു. ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ കയറിക്കോ. ഇപ്പോഴും അത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഇറങ്ങിക്കുക. എഗെയിൻ റെസിസ്റ്റൻസ് ബ്രേക്ക് ആണെങ്കിൽ കയറിപ്പോവും. 10 പോയിന്റ് ഓൾറെഡി കയറിക്കുകയാണ്. നമ്മുടെ സോഫ്റ്റ് എന്ന ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്ത് സിഗ്നൽ വരുമ്പോൾ ഏറ്റവും താഴത്തെ സോഫ്റ്റ് 3 ടാർഗറ്റും അതുപോലെ സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് കാണിച്ചു തരും. അതുപോലെ നമുക്ക് രാവിലത്തെ സെല്ല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെൽസിൽ താഴത്തെ ബാർ റെഡും പ്രൈസ് ആ സമയത്ത് സെൽസോണും ആയിരിക്കണം. അപ്പോൾ രാവിലത്തെ ഒരു ബൈ ട്രെൻഡും ബൈ സിഗ്നലും കൺഫേം ആയിരുന്നു. അപ്പോൾ ടോട്ടൽ ഇന്ന് 2 സിഗ്നലിന് 2 നമുക്ക് കൺഫേം പ്രോഫിറ്റബിൾ ട്രേഡ് ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഫിറ്റബിൾ ട്രേഡ്സ് നമുക്ക് എങ്ങനെ പിക്ക് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് ലൈവായിട്ടൊന്ന് കാണാനോ ഒരു ഡെമോ ട്രേഡ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.